റെഡിയായി. വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു കോവയ്ക്ക ഉലർത്തുണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കോവയ്ക്കയും 2ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഓരോ ഇതും വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ 4 കഷ്ണം ഒരു കോവയ്ക്ക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വേവിക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിൻ്റെ മസാല നമുക്ക് റെഡി. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 4 സാമ്പാർ ഉള്ളി, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിനകത്ത് 1 ടീസ്പൂൺ ചതച്ച മുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഒന്ന് ചതച്ചുകൊണ്ട് അരഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ കോവയ്ക്ക വേവട്ടെ. കോവയ്ക്ക നോക്കേ. ഞാൻ ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് മീഡിയം തീയിലായിരുന്നു ഇട്ടിരുന്നത്. ഒന്ന് ഇളക്കി നോക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. കോവയ്ക്ക മതി, നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഈ പാൻ വെക്കാം. ഈ മീഡിയത്തിൽ തന്നെ കിടക്കട്ടെ. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. ഇടുന്ന കടുകിലോട്ട് 1 ടീസ്പൂൺ അരി ഇട്ട് കൊടുത്തേ. അരി നല്ലതുപോലെ ഒന്ന് മരിഞ്ഞ് വരട്ടെ. നമ്മുടെ അരിയെല്ലാം നല്ല മുരിഞ്ഞ് വന്ന് ഇതിനകത്ത് ഇടത്തരം 2 സവാള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് 2 കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വരക്കിയെടുക്കാം. ഒന്ന് വഴന്ന് വരയ്ക്കാം. ഈ സവാളയിലോട്ട് കുറച്ചിപ്പം നമ്മൾ കോവയ്ക്ക് ഉപ്പിട്ടാൽ വേവിച്ച് വയ്ക്കുന്ന കുറച്ചിപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇത് ഒത്തിരി അങ്ങ് വഴന്നൊന്നും പോകണ്ടേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ചതച്ചുകൊണ്ട് വന്ന ഇതിൽ ജീരകവും പെരുംജീരകവും സവാള കൊച്ചുള്ളിയും ഇതൊക്കെ ഇല്ലേ, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണേ. അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എല്ലാം വഴന്നു വന്നു. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന കോവയ്ക്കയില്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ ഞാൻ സിഗ്ഗിലിട്ടേക്കാണ്.
ഇതിങ്ങനെ ഇനിയിപ്പോൾ കവർ ചെയ്ത് കൊടുക്കണ്ട, ഒരു 2-3 മിനിറ്റ് ഈ സിമ്മിൽ തന്നെ ഇങ്ങനെ കിടക്കട്ടെ. കണ്ടില്ലേ, നമ്മുടെ കോവയ്ക്ക് ഇപ്പോൾ ഒരു 4 മിനിറ്റായി സിമ്മിലാണ് കിടക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കെടുക്കാം. ഞാനിതിനകത്ത് കുറച്ച് തേങ്ങ, ശകലം ഒരു പിടി തേങ്ങ തിരികെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഉലർത്താണ്. ഇതൊന്ന് തേങ്ങയൊന്ന് വെന്ത് കിട്ടട്ടെ. ഒരു തേങ്ങയുടെ ഒരു പച്ച മണമൊന്നും മാറത്തില്ലേ, 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് നമ്മൾ കവറും കൂടെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സിമ്മിൽ തന്നെയാണ് കിടക്കുന്നത്. 1 മിനിറ്റ് ഒന്നിരിക്കട്ടെ. കുഴയ്ക്കാൻ നോക്കാം. ഓക്കെ, കോവയ്ക്ക റെഡിയായി. ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കാണ്. ഞാനൊരു പ്ലേറ്റിലോട്ട് പകർന്നു വെക്കാം. കോവയ്ക്ക ഈ പ്ലേറ്റിലോട്ട് പകർന്നു വെക്കാം. ഓക്കെ, നല്ല ടേസ്റ്റോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല കോവയ്ക്ക തോരനാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. നല്ലൊരു കോവയ്ക്ക തോരനാണേ. കോവയ്ക്ക തോരനല്ല, ഉലർത്തിയെന്ത് തോരനാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടല്ലേ അരിയുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.